ഇതെൻ്റെ കഥയാണ്. തെറ്റും ശരിയും തിരിച്ചറിഞ്ഞാലും ചിലപ്പോഴൊക്കെ അത് വേർതിരിക്കാൻ സാധിച്ചില്ലെന്ന് വരും. സൗന്ദര്യം ഉപകരണമാക്കി ആസ്വദിച്ചിരുന്ന കാലത്ത് ഒന്നിനോടൊന്ന് ദിനംപ്രതി കണ്ടെത്തിയിരുന്ന ടെമ്പററി റിലേഷൻസ്, മിഡ് നൈറ്റ് ഫാൻറ്റസീസ്, കള്ളും പെണ്ണും നുണകളും എല്ലാം സ്വന്തം കൂട്ടുകാരുടെ മുമ്പിൽ ആണത്തം കാണിക്കാൻ കിട്ടുന്ന ഏതൊരു ചാൻസും എൻ്റെ പേഴ്സണൽ പ്ലഷറായിരുന്നു. പക്ഷേ അതിന് ഞാൻ പകരം കൊടുക്കേണ്ടി വന്നത് എന്നെ തന്നെയായിരുന്നു. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിനെയായിരുന്നു. എല്ലാത്തിനും ഉപരി ഞാനെന്ന മനുഷ്യനെയായിരുന്നു. എടാ, ഇത് ചതിയൊന്നുമല്ല. നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി. ഇത് നഷ്ടങ്ങളുടെ കണക്കെടുപ്പല്ല, ഉല്ലാസത്തിൻ്റെ ആഭാസത്തിൻ്റെ അവശിഷ്ടങ്ങൾ. എന്താടാ, നിനക്ക് പേടിയാവുന്നു? എനിക്കറിയാവുന്ന നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നീ കാണിച്ചു കൂട്ടുന്ന ഓർത്ത് ഒരിക്കൽ നീ പേടിക്കും. ഇതാണ് എൻ്റെ വീട്, മൈ ഫാന്റസി ഹോം. നിക്ക് എങ്ങോട്ടാ ഇത്ര ധൃതിയില്? ഒരാളെ ഒന്ന് ഇറക്കി വിട്ടോട്ടെ. ഇനി ഒരൽപ്പം കാര്യം, പക്ഷേ ഇതൊരൽപ്പം കടുക്കും. ഞാൻ പോകുന്നു കൃഷ്ണി. നീ കാരണം ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം നീ മനസ്സിൽ സൂക്ഷിച്ചോ? സൂക്ഷിച്ചില്ലേ? നീ കാണിച്ചു കൂട്ടുന്ന ഓർത്ത് ഒരിക്കൽ നീ പേടിക്കും. നിഷയോടും ബാക്കപ്പ് പറഞ്ഞു. എന്റെ അടിയാ ഇത്ര പെട്ടെന്നോ? മറ്റേ സംഭവം പിന്നെ ക്രിസ്ത്യാനാടാ കളി കാണണ്ടേ? ഇരിക്കട്ടെ. ഇപ്പൊ എക്സാം ഒക്കെയാ. മാത്രമല്ല കാണാത്ത അതിമനോഹരം നല്ലേ. ഓ, ഞാൻ എല്ലാം നിർത്തുവാണ്. മടുത്തി പെൺപിള്ളേരെ. ഓ, ഇപ്പോഴാണ് ബൾബ് എത്തി. ഇനി ആന്റിമാരെ നോക്കാം. അതിന്റെ ഒരു കിക്കൊന്നും കളഞ്ഞിട്ട് പഠിക്കാൻ നോക്കടാ പന്നി. എക്സാം ഒക്കെയാ വരുന്നത്. ആ കാലങ്ങളിൽ ഞാൻ
മുന്തിരിപ്പാടം വിരിച്ച കയ്പുള്ള സ്വപ്നങ്ങളിലായിരുന്നു. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലെ എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി പൂത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തോ നോക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം തരും. താല്പര്യമില്ലെങ്കിലോ? നിനക്കെന്താ മുന്തിരി ഇഷ്ടമല്ലേ? നിന്റെ ഈ അസുഖത്തിന് മുന്തിരിങ്ങയല്ല പാവയ്ക്കാ നല്ലത്. ഏറ്റില്ല. Diagram. It is used to calculate the intensities of the winds that's in the airport areas. എന്തുവാ കാര്യം? പെട്ടെന്ന് പറ. എടാ എന്തൊക്കെയാ നാളത്തേക്ക് പഠിക്കണ്ടേ? ഞാനിപ്പോൾ എന്താ പറയാനാ? അവിടെ രണ്ടാമാർ പഠിക്കാൻ വന്നല്ലോ, അമ്മാരോട് കാണാൻ ചോദിക്ക്. അവന്മാര് പഠിച്ച പകുതിയായി. ഓ, നീ എന്തുവായി? ഞാനും ഏകദേശം പകുതിയായി. വെച്ചിട്ട് പോടെ ഇറക്കി അവിടെ നിന്ന്. നീ നാളെ എന്തേലും പഠിച്ചോണ്ട് വാ. ഓ, ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നു. ഡേ, എഴുത്തും വായനയൊന്നും വേണ്ടേ? ഈ എഴുത്തും വായന നമ്മളെ വൃത്തിയോട്ട് ഏർപ്പാടി ലോകത്തിൽ. അതാണ്. ഹേയ്, അത്ര വൃത്തികേടൊന്നുമില്ല മോനെ ക്രിസ്റ്റി. ഇത് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. ഒന്ന് മൂടായപ്പോഴേക്കും സ്റ്റക്കായി. ഇവനാണ് നൻപൻ. ഇനി വേറൊരുത്തനുണ്ട്, ഒരു ജിൽജിദേശ്. എത്ര തലയാ പഹയൻ, പക്ഷെ ഒന്നിലും ബുദ്ധിയില്ല. ഇതെന്നെയാണ്, എന്നെ തന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സോറി സാർ. ഒരുത്തന്റെ മഹാലക്ഷ്മി പോലത്തെ പെണ്ണിനെ ട്രൈ ചെയ്താൽ ആരും ഒന്ന് നോക്കും. പക്ഷെ ഈ നോട്ടം കണ്ട വിചാരിക്കും അവന്റെ പെണ്ണിനെ ഞാനങ്ങ് പ്രസവിപ്പിച്ചെന്ന്. പക്ഷേ ഈ കുന്തപ്പരാണ്ടിക്ക് അറിയില്ലല്ലോ, കർക്കിടക മാസത്തെ മഴയിൽ ആരും കൊടയില്ലാതെ നടക്കാൻ ഇറങ്ങില്ലെന്ന്. നീ പുറത്തേക്ക് പാടുന്നുണ്ടി. സാർ, പേപ്പർ. സാർ, ഒരു പേപ്പർ. സണ്ണി ലിയോണിന് ശേഷം ഞങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയാണ് ഞങ്ങളുടെ സണ്ണി സാർ. ഇദ്ദേഹമാണ് ഞങ്ങളുടെ പലരുടെയും ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നത്. പക്ഷേ അസ്തമയമായിരുന്നു. ഈ സ്വർഗത്തിലെത്തി ഞാൻ തേടിപ്പിടിച്ച എൻ്റെ സൗഹൃദങ്ങൾ എന്നെ പിരിഞ്ഞു പോകുന്ന നിമിഷം. എനിക്ക് കൂടെ കൂട്ടാൻ സൗഹൃദം പോയിട്ട് അതിനുവേണ്ടി ഞാൻ നശിപ്പിച്ച ഡിഗ്രിയുമില്ല. എല്ലാവരും അവസാനത്തെ അത്താഴത്തിന് ഒത്തുകൂടി. എനിക്ക് കൂട്ട് ഒരാൾ മാത്രം. അതെ, ഞങ്ങൾ റോയൽ മെക്ക് 3 കാര്യത്തിന് ഏത് ശത്രുവിനെയും സുഹൃത്തുക്കളാക്കും. ഷെയർ ഇടുമ്പോഴും, കൂട്ടുകാരൻ്റെ സുന്ദരി പറ്റിച്ചിട്ട് പോകുമ്പോഴും, പിന്നെ അരിയർ പേപ്പറിൻ്റെ കണക്കെടുക്കുമ്പോൾ. അതിൽ അവനും വീണു. ദേ നോക്ക്. ഈ തെണ്ടികളെല്ലാം ജയിച്ചല്ലടാ. നീ ജയിച്ചോ? 40 എണ്ണം ബാക്കിയുണ്ട്. നിനക്കോ? എടാ, ആ കിഷൻ എവിടെടാ?
ആ തെണ്ടിയും പ്ലേസ്ഡ് ആയി. ഒരു മനുഷ്യന് നന്നാവാൻ 5 വർഷമൊന്നും വേണ്ട, 5 നിമിഷം മതി. പക്ഷേ അത് ബാക്കിയുള്ളവർ തിരിച്ചറിയാൻ ഈ 5 വർഷവും പോരാതെ വരും. ഇന്നിവനെ കാണേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നു. എടാ കൊച്ചിയോട് മോനെ, എത്ര കൊല്ലം വേണോ ഒന്ന് കണ്ടിട്ട്. അതെങ്ങനെയാടാ, നമ്മളൊക്കെ എണീക്കുമ്പോ നീ ഉറക്കമല്ലേ? കേരളം മനോഹരം, കേരളത്തിലെ പെൺകുട്ടികൾ അതിലും മനോഹരം എന്ന് പറഞ്ഞ നീ 5 കൊല്ലം അമേരിക്കയില്. സത്യം പറയടേ, ഒബാമണ്ണയുടെ മോളെ നീ സിനിമയിൽ അഭിനയിപ്പിച്ചോ? ഒന്ന് പോടാ. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിലില്ല. ഓ പിന്നെ സത്യം പറഞ്ഞ നീ പിരിഞ്ഞതി പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നീ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എനിക്ക് മനസ്സിലായത്. ഞാനും നിന്നെ മിസ് ചെയ്തടാ. നീ എന്നിരുന്ന പച്ചയായ ജീവിതത്തിലെ നീലയായ ഏടുകളുണ്ടല്ലോ, അത്രത്തോളൊന്നും വരുത്തിലടേ ഈ മദാമ്മമാരുടേത്. നന്നാവാൻ സമ്മതിക്കത്തില്ലല്ലേ? നിന്നെയൊക്കെ സൂചിപ്പിക്കാൻ കുറച്ച് തെമ്മാടിത്തനങ്ങൾ കാണിച്ചു കൂട്ടിയെന്നുള്ളത് സത്യമാണ്. അതിനുവേണ്ടി എത്ര പേരുടെ ജീവിതമാണ് നശിപ്പിച്ചു. ഓ, അപ്പൊ പൊന്നുമോൻ ഒളിച്ചോടിയതായിരുന്നു. നീയൊക്കെ ഒന്ന് മാറി നിന്നപ്പോഴല്ലേ എനിക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയത്. ഡാഡിയുടെ ഒരു ഫ്രണ്ടിന്റെ മകളെ കൊണ്ട് എന്നെ കെട്ടു നടത്താനാണ് വീട്ടുകാരുടെ പ്ലാൻ. അതാ ഇപ്പോ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശവും. അളിയാ, ഞാനും പെണ്ണുകാളോടെ പെണ്ണ് കാണല്ല, ഏതിനെ കെട്ടണമെന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുമായിരുന്നടാ. ഇനി നിനക്ക് പരിചയമില്ലാത്തന്നെ കെട്ടിയാ പോരെ? ഒന്ന് പോടാ. ഡാ, ഞാൻ വരുന്ന വഴിക്ക് ആ ജിൽജിദേശിനെ കണ്ടായിരുന്നു. അവൻ നിന്റെ പഴയ സെറ്റപ്പ് ഇല്ലയോ, അവളെയാ കെട്ടിയത്. പിന്നെ പോയി ചത്തുകൂടെ? അതെങ്ങനെ വല അങ്ങ് വിരിച്ചു വെച്ചേക്കും ഇല്ലയോ? നമ്മളൊക്കെ കളിക്കുമ്പോൾ 2 കട്ട, ഇപ്പൊ കമ്പിയും വലയും. ആ കിഷ പറയ്. ആ ക്രിസ്റ്റി, ഡാ ഞാനിന്ന് പോയി കണ്ട പെണ്ണിന്റെ ഫോട്ടോ മെയിൽ അയച്ചിട്ടുണ്ട്. നീ നോക്കിയിട്ട് അഭിപ്രായം പറ. അപ്പൊ എല്ലാം ഓക്കെ ആയോ? ആ, എനിക്കൊത്തിരി ഇഷ്ടമായി. നീ നോക്കിയിട്ട് വിളി. ഓക്കേടാ. ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, കൃഷ്ണ ഒരിക്കലും നിന്നെ ചതിക്കില്ല. ഹലോ. ആ ഡാ, ഫോട്ടോ കണ്ടു. എങ്ങനെയുണ്ടാ? നിന്റെ സെലക്ഷനൊക്കെ ഉള്ള. ഞാൻ നിന്നെ പിന്നെ വിളിക്കാടാ. ഓക്കെടാ. നമസ്കാരം സാർ. ആ, ജോലിയൊക്കെ എങ്ങനെയുണ്ട് സാർ? ഓ എന്ത് ജോലി? ഇന്നൊരു കല്ലെടുത്തറിഞ്ഞ ഒന്നൊരു പട്ടിക്കുള്ളൂ, അല്ലൊരു എഞ്ചിനീയർക്കുള്ളൂ, അതാ അവസ്ഥ. ആ ഹലോ. ആ ഡാ, കല്യാണത്തിന്റെ ഡേറ്റ് എടുത്തു, ഈ വരുന്ന 31-ന്. 31-നോ? ഡാ, അന്നാണ് എൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഓ, അവൾക്ക് ലീവ് കുറവായതുകൊണ്ടാ ഡേറ്റ് ഇത്ര പെട്ടെന്ന് ഫിക്സ് ചെയ്തത്. എൻ്റെ അവസ്ഥ അത് തന്നെ, ലീവ് കുറവാ. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും,
അന്നുമായിട്ട് ഹോട്ടൽ കലായി വെച്ചാ റിസപ്ഷൻ. അവിടെ വെച്ച് കൂടാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ? ഓക്കെ എങ്കിൽ ബൈ. മറ്റേ സംഭവം പിന്നെ ക്രിസ്ത്യാനോ ആടാ കളി കാണണ്ടേ? ഇരിക്കട്ടെ. ഇപ്പൊ എക്സാം ഒക്കെയാ. മാത്രമല്ല കാണാത്തത് അതിമനോഹരം നല്ലേ. ഹലോ, അതിന്റെ റിസപ്ഷന് മുമ്പ് ഒന്ന് കാണണം. എന്താടാ? ഹലോ ഹലോ number you have dialed is presently busy. Please stay on the line or call again later. ഇത് സ്വപ്ന, ഒരു മിനിറ്റ്. അന്നൊരിക്കൽ ഞാൻ നിനക്ക് മെയിൽ അയച്ചില്ലേ? അന്ന് ഹലോ ഹലോ, ഞാൻ നിഷയാണ്. നിഷ പറ. നിന്നെപ്പോലെ നാണവും മാനവും കേട്ട ഒരു പിമ്പിനെ ലൈഫ് പാർട്ണർ ആക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കല്യാണത്തിനെ പറ്റിയുള്ള നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഇതോടെ കുഴിവെട്ടി മൂടിക്കോ. നെവർ ട്രൈ ടു കോൺടാക്ട് മീ അഗൈൻ. ഹലോ 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 നിഷ, ഹലോ. അവള് എന്തുദ്ദേശിച്ച് എന്നോട് പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഗ്യാസ് പോയി. എൻ്റെ ഒരു കോംപ്ലക്സ് കൊണ്ടായിരിക്കണം എനിക്ക് നിന്നോട് പോലും പറയാനും തോന്നിയില്ല. അതൊക്കെ കള. ഇവളെങ്ങനെ? അവളെയൊക്കെ കൊള്ളല്ലേ? അവൾ തലേന്ന് ഒഴിഞ്ഞ് നന്നായടാ. അവൾ പഴയ നിഷയായിരുന്നു. ഏത് നിഷ? ഓ, അവൾ എൻ്റെ പഴയ ഒരു സെറ്റപ്പായിരുന്നു. ഇത് നീ എന്താ പിന്നെ അന്ന് പറയാഞ്ഞേ? ഒരിക്കൽ ഞാൻ കാരണം നശിച്ചതല്ലേ അവളുടെ ജീവിതം. ഇനി ഒരിക്കൽ കൂടി ഞാൻ കാരണം, അതൊക്കെ വലിയ തെറ്റാണ്. എന്ത് തെറ്റ്? നീ എന്താ വലിയ പുണ്യാളം ചമയ വന്നു? എടാ, ഒരു കാലത്ത് എൻ്റെ സകല തോന്നിയാസങ്ങളും കൂട്ടിയെന്നല്ലോ ഞാൻ. എന്നെ ചതിക്കുന്ന വേലയാണ് നീ കാണിച്ചത്. എടാ, ഇത് ചതിയൊന്നുമല്ല. നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ക്രിസ്റ്റി, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഓൾ ആർ വെയിറ്റിംഗ് ഫോർ us. ഡാ കള, നിങ്ങൾ വാ. എന്താടാ? ഒന്നുമില്ല. കിഷ, നിന്നെക്കൊണ്ട് എൻ്റെ ബെഡ് സ്പേസ് ഷെയർ ചെയ്യിക്കാൻ നിന്റെ അനുവാദം എനിക്ക് വേണ്ട. ഈ റോസിനെ അറിയാമല്ലോ. പക്ഷെ നീ എൻ്റെ മുമ്പിൽ തോക്കും. നോക്കിക്കോ ആരാ തോക്കുന്നതെന്ന്. നീ എന്താടാ
വല്ലതും കണ്ട് പേടിച്ചോ? എന്താടാ, നിനക്ക് പേടിയാവുന്നു? എനിക്കറിയാവുന്ന നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇത്രയ്ക്കൊന്നും വേണ്ട, നിന്നെ ഞാനങ്ങ് കെട്ടിയേനെ. നീ ഒരു വിർജിൻ ആയിരുന്നെങ്കിൽ. It's utterly rubbish to own a cow if you need only a glass of milk. That's Rose. Please, നീ ഇപ്പൊ വെക്ക്, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വെക്കാം, എനിക്ക് ഉമ്മ. സ്വപ്ന വാ. ഈ സ്വപ്ന. ഹായ് റോസ്. ഇതൊരു ക്ലൈമാക്സ് അല്ല, മറ്റൊരു തുടക്കമാണ്. ഏതൊരു മലയാളിയെയും പോലെ ശുഭപര്യവസാനത്തിനായി ഞാനും പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു.